ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയൊരു കോംബോ രൂപപ്പെട്ടിരിക്കുകയാണ്. അനീഷും ജിസയിലും ചേർന്നിട്ടുള്ള കോംബോ. ഇന്നലത്തെ ലൈവ് അല്ലെങ്കിൽ എപ്പിസോഡ് കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു എസൻസ് അതുപോലെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാകും അല്ലേ. സംഭവം മറ്റൊന്നുമല്ല, ഇന്നലെ തിങ്കളാഴ്ചയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പുതിയ ടീമുകളെ തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് അനീഷ് വരുന്നു. വെസൽ ടീമിലെ മറ്റംഗങ്ങളെ ആദില, ജിഷിൻ, ജിസേൽ തുടങ്ങിയവരാണ്. അങ്ങനെ ഇവർ 4 പേരുമാണ് വെസൽ ടീം അംഗങ്ങളെ ഏകദേശം ഉച്ചയോട് അടുക്കുമ്പോഴാണ് ഓരോ ടീമുകളായിട്ട് തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ച മുതലുള്ള വെസൽ ക്ലീനിങ് ഈ പറഞ്ഞ അനീഷ് ക്യാപ്റ്റനായിട്ടുള്ള അനീഷിൻ്റെ ടീമാണ് ചെയ്യേണ്ടത്. അങ്ങനെ അനീഷ് ഈ 1/4 എന്നുള്ള ആ ഒരു റേഷ്യോയിൽ ഈ ഡ്യൂട്ടികളെല്ലാം തന്നെ ഡിവൈഡ് ചെയ്യാണ്. അതായത് 4 പേരും ഭാഗം വെച്ച് ചെയ്യുക എന്നുള്ളത്. എന്നാൽ ആദിലയ്ക്കും ജിഷിനും അത്തരത്തിൽ ചെയ്യാൻ സൗകര്യമില്ല എന്നുള്ളത് അവർ പറയുന്നു. ഏകദേശം ഉച്ചയോട് അടുക്കുമ്പോഴാണ് ഈ ഒരു വെസൽ ടീം, അതായത് ഓരോ ടീം അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഡ്യൂട്ടികൾ അല്ലെങ്കിൽ വെസൽ ക്ലീനിങ് 4 ചെയ്യാം എന്ന് പറയുമ്പോൾ അത് ആദിലയ്ക്കും ജിഷിനും അവർ അതിനോട് സഹകരിക്കാത്തത് കൊണ്ട് തന്നെ ജിസയിലും അനീഷും ഒരു കാര്യം ചെയ്യണം, അവർ തന്നെ അതങ്ങ് പോയി ചെയ്യാം, എനിക്ക് ഞാൻ പറയുന്നത് അനുസരിക്കാത്ത അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്ത ആളുകളാരും തന്നെ എൻ്റെ ടീമിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒനിയലിനോട് അനീഷ കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ പിന്നീടാണ് രസകരമായ വളരെയധികം നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ചില കണ്ടൻറ്റുകളൊക്കെ ലൈവിൽ ഉണ്ടായിരുന്നത്. അതായത് ആദ്യം തന്നെ ജിസയിൽ പാത്രം കഴുകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ പാത്രം കഴുകുന്ന സമയത്ത് ജിസയിൽ അനീഷിനോട് പറയുന്നുണ്ട്, ഈ 1/4 എന്നുള്ളത് എങ്ങനെയാണ് അത് എത്രയാണ് എന്നുള്ളത് എനിക്ക് വീതിച്ച് തന്നിട്ട് പോകും അനീഷ് ഏട്ടാ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാൻ ഈ പരിസരത്ത് തന്നെയുണ്ട്, ഈ ടോട്ടൽ പാത്രങ്ങളെ ഭാഗം ജിസയിൽ ചെയ്യൂ, ഞാനിവിടെ തന്നെയുണ്ട്, ആ സമയത്ത് ഞാൻ വരാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ തമ്മിലുള്ള ആ ഒരു കോംബോ വർക്കൗട്ട് ആവുകയാണ്. അതായത് ജിസയിൽ അവിടെ നിന്നും പാത്രം കഴുകുന്ന സമയത്ത് അനീഷിനെ കൊണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. ആദ്യം ജിസയിൽ ഒറ്റയ്ക്ക് പാത്രം കഴുകുന്നു, പിന്നീട് ഒരു ബൗൾ എടുത്തിട്ട് അനീഷിന് കൊടുക്കുന്നു, കൂടെ ഒരു സ്ക്രബ്ബറും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം ജിസയിൽ ചെയ്യുന്ന അതേ രീതിയിൽ ഓരോ കാര്യങ്ങളും അനീഷിനെ കൊണ്ടുകൂടി ചെയ്യിപ്പിക്കുകയാണ്. അതായത് ആദ്യം തന്നെ ജിസയിൽ പാട്ട് പാടുന്നു, ശേഷം ഡാൻസ് ചെയ്യുന്നു, അതിനുശേഷമുള്ളൊരു ഹിപ്പ് മൂവ്മെൻറ്റ് വളരെയധികം രസകരമായ ഒരു കണ്ടൻ്റ് ആയിരുന്നു കേട്ടോ അത്. അതായത് ജിസയിൽ ചെയ്യുന്ന അതേ രീതിയിൽ അനീഷിനെ കൊണ്ട് ഹിപ്പ് മൂവ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നു, ശരീരം അനക്കിക്കൊണ്ട് ഡാൻസ് ചെയ്യാനായിട്ടൊക്കെ പറയുന്നു. കണ്ണാന്തുമ്പി പോരാമോ എന്നുള്ള ആ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജിസയിൽ അനീഷിനെ കൊണ്ട് പാടാനായിട്ടൊക്കെ പറയുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു കോംബോ വളരെയധികം രസകരമായി തോന്നി എനിക്ക് പേഴ്സണലി. അത് എപ്പിസോഡിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ജിസയിലും അനീഷും കൂടി ചേരുമ്പോൾ അവിടെ നല്ലൊരു രീതിയിലുള്ളൊരു കോംബോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആസ്വദിക്കുന്ന കുറച്ച് എലമെൻറ്റ്സ് അവിടെ ഉണ്ടാകും എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. പക്ഷേ പാറ പോലെ ഉറച്ചു നിന്ന അല്ലെങ്കിൽ ഒരു പുഞ്ചിരി പോലും മുഖത്ത് വരാതിരുന്ന അനീഷാണ് ഇന്നിപ്പോൾ ഇത്രയധികം മാറിയിരിക്കുന്നത്. ജിസയിൽ പറയുന്നതിനനുസരിച്ച് പാട്ട് പാടാനും അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനും ജിസയിൽ കാണിക്കുന്ന ഹിപ്പ് മൂവ്മെൻറ്റൊക്കെ ചെയ്യാനായി അനീഷ് പ്രാപ്തനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അനീഷ് മഞ്ഞുരുകി തുടങ്ങിയിരിക്കുന്നു അനീഷിൻ്റെ മനസ്സിൽ എന്നുള്ളതാണ്. എന്തായാലും അനീഷ് നല്ലൊരു ഗെയിമറാണ്, നല്ലൊരു എൻ്റർടൈനറാണ്. എല്ലാവരോടും യാതൊരുവിധ ശത്രുതയും വെച്ചു പുലർത്താതെ കോമണായി എല്ലാവരോടും ബിഹേവ് ചെയ്യുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. എന്തായാലും ജിസയിലും അനീഷും തമ്മിൽ ഇനിയും രസകരമായ കണ്ടൻറ്റുകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. എന്തായാലും ഇവർ തമ്മിൽ നല്ലൊരു കോംബോ തന്നെയാണ്. സോ പ്രേക്ഷകർക്ക് എന്താണ് അനീഷിനെ കുറിച്ചും ജിസയിലിനെ കുറിച്ചും പറയാനുള്ളത്? നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.